ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമുക്കൊരു ഫുൾ റമദാൻ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ അതാ രാവിലെ അത്താഴത്തിന് കഴിച്ചിട്ടുണ്ടായിരുന്നത് നോമ്പ് കഞ്ഞിയാണ്. അപ്പോൾ ഈ റമദാനിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മൾ നോമ്പ് കഞ്ഞി ഉണ്ടാക്കുന്നത്. അങ്ങനെ നോമ്പ് കഞ്ഞിയൊക്കെ കഴിച്ചു. പിന്നെ നിസ്കാരം കഴിഞ്ഞു, വീണ്ടും ഉറങ്ങി എണീറ്റപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ നോർമൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഉച്ചൻ്റെ ശേഷമുള്ള ആ ഒരു ഉറങ്ങി. സാധാരണ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ മയങ്ങലാണ്. ഇന്ന് പിന്നെ ഫുഡൊന്നും ഇല്ലല്ലോ, നോമ്പല്ലേ. അങ്ങനെ അതൊക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇഫ്താറിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ടാക്കിയപ്പോഴാണ് ഉമ്മച്ചി പറഞ്ഞത് പച്ചക്കറിയും ഇല്ല ഫ്രൂട്ട്സും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ അടുത്തുള്ള ബിസ്മി പറഞ്ഞൊരു കട ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങി. പിന്നെ ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് 4 പഴുത്ത മാങ്ങ എൻ്റെ വീട്ടുമുറ്റത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തുകൊണ്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും അത് കിട്ടിയപ്പോൾ ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. നമ്മളില്ലേ ഈ ഷെയ്ക്ക് അടിക്കുന്ന സമയത്ത് കട്ടപ്പാൽ വെച്ചിട്ട് ഷെയ്ക്ക് അടിക്കുമ്പോൾ അതിന് തിക്നെസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മാംഗോ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് അടിപൊളി ക്ലൈമറ്റാണ്, നല്ല കാറ്റുണ്ട് വെയിലും ഉണ്ട്, അടിപൊളി, അത്ര ചൂട് തോന്നുന്നില്ല. പിന്നെ ഇതാ ബാക്കി വന്ന അണ്ടി മസാല ഒക്കെ പിടിച്ച് വെച്ചിട്ട് നമുക്ക് നോമ്പ് തുറന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ പോക്കറ്റ് ഷവർമയാണ് അപ്പോൾ ഇന്നത്തെ പൊരികടി ആയിട്ടുള്ളത്. അപ്പം ഉമ്മച്ചി പോക്കറ്റ് ഷവർമക്കുള്ള പോക്കറ്റ് ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബേക്ക് ചെയ്തിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് കുറച്ച് വെജ്ജീസ് എടുക്കണം. ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ സവാള. ഇത് നമ്മൾ കുഞ്ഞതാക്കി അരിയുക. പിന്നെ അതിലേക്ക് നോർമൽ ചിക്കൻ ഫ്രൈ ചെയ്തത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ മയോണീസ്, പിന്നെ ഒരു ഹാഫ് പീസ് ലെമൺ സ്ക്യൂസ് ചെയ്യുക. പിന്നെ ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന ഇടയിൽ കൂടെ ഉമ്മച്ചി പറഞ്ഞ് ഇതാ നമുക്ക് തരി തൂമിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതിൽ നോട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. ഈ മുന്തിരി നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ ചമ്മിയിട്ടായിരുന്നു, പിന്നെ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ വീർത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോമ്പ് തുറന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് നോമ്പിന് സ്പെഷ്യൽ. പിന്നെ അത് കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, ഖുർആനോത്ത് കഴിഞ്ഞു. ഞാൻ ഈ ഒരു റമദാനിൽ മാഷാ അല്ലാഹ് ഖത്തമുൽ ഖുർആൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല കഴിച്ചു. പിന്നെ ഇന്ന് ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.